Fossils are the remains of ancient plants, animals and humans. Fossils വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യന്മാരുടെയും ചെടികളുടെയും മൃഗങ്ങളുടെയും അവശിഷ്ടങ്ങളെയാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. These are generally embedded in rocks and have been preserved for millions of years. ലക്ഷക്കണക്ക് വർഷങ്ങളോളം പാറകൾക്കുള്ളിൽ അകപ്പെട്ടതുപോലെയാണ് ഇവയെ കാണുന്നത്. ഏതാനും ഫോസിലുകൾക്ക് എക്സാമ്പിളാണ് ഈ കാണുന്ന ഫോട്ടോസ്. പാറകൾക്കുള്ളിൽ അകപ്പെട്ടതുപോലെയാണ് ഈ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നത്. Human fossils are important sources that help us to learn about the history of early humans. പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കാൻ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഫോസിൽസ് എന്ന് പറയുന്നത്. It is by scientifically calculating the age of such fossils that the history of the origin and evolution of humans is written. ഈ കിട്ടുന്ന ഫോസിലുകളെ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് എത്ര പഴക്കമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആ പഴക്കം നോക്കിയിട്ടാണ് മനുഷ്യൻ്റെ ഉത്ഭവം നമ്മൾ മനസ്സിലാക്കുന്നത്. ഹ്യൂമൻ എവല്യൂഷൻ, മനുഷ്യൻ്റെ പരിണാമം. It was Charles Darwin who proposed a scientific view on the origin of human being. ചാൾസ് ഡാർവിൻ എന്ന വ്യക്തിയാണ് ശാസ്ത്രീയമായി എങ്ങനെയാണ് മനുഷ്യന്മാർ ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞത്. He suggested that humans have originated through organic changes that took place over a long period of time. ഒരുപാട് നാൾ നീണ്ടു നിന്ന ജൈവമാറ്റങ്ങൾ കൊണ്ടാണ് മനുഷ്യന്മാർ ഉത്ഭവിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി കോൾ ദിസ് പ്രോസസ് എവല്യൂഷൻ. ഒരുപാട് നാൾ നീണ്ടു നിന്ന ഈ ജൈവമാറ്റത്തിലൂടെയാണ് മനുഷ്യൻ ഉത്ഭവിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പ്രക്രിയനെയാണ്, ഈ ഒരുപാട് നാൾ നീണ്ടു നിന്ന ഈ ജൈവ പ്രക്രിയയുണ്ടല്ലോ, ജീവമാറ്റങ്ങൾ, ആ പ്രക്രിയനെയാണ് അദ്ദേഹം എവല്യൂഷൻ എന്ന് പറയുന്നത്. He presented the theory of human evolution in his book on the origin of species, published in 1859. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഈ ഹ്യൂമൻ എവല്യൂഷൻ, അതായത് മനുഷ്യൻ്റെ പരിണാമത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പാരഗ്രാഫിൽ ചാൾസ് ഡാർവിൻ എഴുതിയ ബുക്കിൻ്റെ പേരും എന്താണ് എവല്യൂഷൻ എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കും പഠിക്കാനുണ്ട്. 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. ഹീസ് എ നേച്ചുറലിസ്റ്റ്. അദ്ദേഹം ഒരു നേച്ചുറലിസ്റ്റ് ആയിരുന്നു. നേച്ചുറലിസ്റ്റ് എന്ന് വെച്ചാൽ പ്രകൃതി ശാസ്ത്രജ്ഞൻ. അതായത് അദ്ദേഹം പ്രകൃതിയെക്കുറിച്ചാണ് കൂടുതലും പഠിച്ചിട്ടുള്ളത്. അദ്ദേഹം പ്രകൃതിയെക്കുറിച്ച് പഠിച്ചതുകൊണ്ട് ഭൂമിയിൽ ജീവൻ ഉണ്ടായത് എങ്ങനെയാണെന്നും പലതരം ജന്തുക്കൾ ഈ ഭൂമിയിൽ എങ്ങനെ ഉണ്ടായെന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കി തരാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ ഒരു തിയറിയാണ് തിയറി ഓഫ് എവല്യൂഷൻ. തിയറി ഓഫ് എവല്യൂഷനിൽ അദ്ദേഹം പറയുന്നത് ഇന്നീ കാണുന്ന എല്ലാ ജീവജാലങ്ങളും ഒരുപാട് വർഷങ്ങൾ കൊണ്ടാണ് ഇന്നീ കാണുന്ന ഈ രൂപത്തിലേക്ക് എത്തിയത്. പ്രൈമേറ്റ്സ് എന്നും പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് മൃഗങ്ങൾ ഉണ്ടായിരുന്നു. ആ മൃഗങ്ങളുടെ പ്രത്യേകത, ആ മൃഗങ്ങൾ അവരുടെ കുട്ടികൾക്ക് പാല് കൊടുത്താണ് വളർത്തുന്നത്. എന്ന് വെച്ചാൽ പശു പാല് കൊടുത്താണ് കുട്ടീനെ വളർത്തുന്നത്. പട്ടിയും പൂച്ചയും പാല് കൊടുത്തിട്ടാണ് കുട്ടികളെ നോക്കുന്നത്. മനുഷ്യന്മാരും പാല് കൊടുത്തിട്ടാണ് കുട്ടികളെ നോക്കുന്നത്. അപ്പോൾ ഈ പാല് കൊടുത്ത് കുട്ടികളെ നോക്കുന്ന മൃഗങ്ങളെ പറയുന്ന ഒരു പേരാണ് സസ്തനികൾ അല്ലെങ്കിൽ മാമൽസ്. അപ്പോൾ ഈ പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ എല്ലാ മൃഗങ്ങളും മാമൽസ് ആണ്. അവരെല്ലാവരും പാല് കൊടുത്തിട്ടാണ് അവരുടെ കുട്ടികളെ വളർത്തുന്നത്. ഈ പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രൂപമാറ്റം സംഭവിച്ചിട്ട് കുറച്ച് മൃഗങ്ങൾ വേറൊരു ഗ്രൂപ്പായി. ആ പുതിയ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ഹോമിനോയിഡ്സ്. ഈ ഗ്രൂപ്പിലെ മൃഗങ്ങളുടെ പ്രത്യേകത, ഇവർ പാല് കൊടുത്തിട്ടാണ് കുട്ടികളെ വളർത്തുന്നത്. അതുപോലെ 4 കാലിലാണ് ഇവർ നടക്കുന്നത്. ഇനി ഈ ഹോമിനോയിഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നും രൂപമാറ്റം സംഭവിച്ചു. ഒരുപാട് വർഷങ്ങൾ കൊണ്ട് രൂപമാറ്റം വന്ന് അടുത്തൊരു ഗ്രൂപ്പാണ് ഹോമിനിഡ്സ് എന്ന് പറയുന്ന പുതിയൊരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിലത്തെ മൃഗങ്ങളുടെ പ്രത്യേകത, ഇവരും മാമൽസ് ആണ്. ഇവരും പാല് കൊടുത്തിട്ടാണ് കുട്ടികളെ വളർത്തുന്നത്. പക്ഷേ ഇവർ 2 കാലിൽ നടക്കാൻ തുടങ്ങി.
ഈ ഹോമിനോയിഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ 4 കാലിലായിരുന്നു മൃഗങ്ങൾ നടക്കാറ്. പട്ടിയും പൂച്ചയൊക്കെ നടക്കുന്നത് പോലെ 4 കാലിലാണ് ആ ഗ്രൂപ്പിലത്തെ മൃഗങ്ങൾ നടക്കുന്നത്. പക്ഷെ ഹോമിനിഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ മൃഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് നടക്കാൻ തുടങ്ങി. പട്ടിയും പൂച്ചയും 4 കാലിൽ നടക്കും. പക്ഷെ മനുഷ്യരെ പോലെ ഹോമിനിഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലത്തെ എല്ലാ മൃഗങ്ങളും 2 കാലിലാണ് നടക്കാൻ തുടങ്ങിയത്. ഇനി ഈ ഹോമിനിഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ഗ്രൂപ്പിലത്തെയും ആൾക്കാർക്ക് രൂപമാറ്റം സംഭവിച്ച് 2 രൂപത്തിലായി അവർ 2 ഗ്രൂപ്പായി മാറി. അങ്ങനെ ഒരു ഗ്രൂപ്പാണ് ഓസ്ട്രലോപിറ്റക്കസ്. അടുത്ത ഗ്രൂപ്പാണ് ഹോമോ എന്ന ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പ് വീണ്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 3 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. ഒരു ഗ്രൂപ്പിന്റെ പേരാണ് ഹോമോ ഹെബിലിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്. ഹോമോ ഹെബിലിസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, ഈ ഹോമോ എന്ന ഗ്രൂപ്പ് തൊട്ട് മനുഷ്യന്റെ രൂപമായി തുടങ്ങി ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാർക്കും. ഇവിടെയൊക്കെ മൃഗങ്ങളെ പോലെ തന്നെയായിരുന്നു, കാണുമ്പോൾ പട്ടിയും പൂച്ചേനും പോലൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും മനുഷ്യന്മാരുടെ രൂപത്തിലേക്കായി. അതാണ് ഹോമോ എന്നൊരു പേര് വരുന്നത്. ഹോമോ എന്നുള്ള പേര് വെച്ച് വരുന്ന എല്ലാ ഗ്രൂപ്പുകാരും മനുഷ്യരെ പോലെയാണ് ഏകദേശം കാണാൻ. ഇതിൽ ഹോമോ ഹെബിലിസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി. കല്ലുകളെല്ലാം കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയ ഗ്രൂപ്പാണ് ഈ ഹോമോ ഹെബിലിസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. അടുത്തതാണ് ഹോമോ ഇറക്റ്റസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഹോമോ ഇറക്റ്റസ് എന്ന് പറയുമ്പോൾ അവർ കുറച്ചുകൂടി മൂല്യങ്ങളുള്ള മനുഷ്യന്മാരായി തുടങ്ങി. ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ സയൻറ്റിഫിക് നെയിമാണ് ഹോമോ സാപ്പിയൻസ്. നമ്മളാണ് ഹോമോ സാപ്പിയൻസ്, നമ്മളെയാണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. ഇനി അത് ഓർത്ത് വയ്ക്കാനുണ്ട്. ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെയാണ് പറയുന്നത്. ഈ ഹോമോ സാപ്പിയൻസ് എന്ന ഗ്രൂപ്പിന്റെ പ്രത്യേകത, ഇവർ വൈസ് ഓർ തിങ്കിങ് മാൻ ആണ്. എന്ന് വെച്ചാൽ നന്നായി ചിന്തിക്കാൻ തുടങ്ങിയ മനുഷ്യന്മാരെയാണ് ഹോമോ സാപ്പിയൻസ് എന്ന ഗ്രൂപ്പിൽ വരുന്നത്. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ചിന്തിക്കാനുള്ള കഴിവ് കൂടുതലാണ് മറ്റു ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഏർലി ഹ്യൂമൻസ് ലിവ്ഡ് ഇൻ ദ ഫോറസ്റ്റ്. ആദിമ മനുഷ്യന്മാർ കാട്ടിലായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. ദേ ലിവ്ഡ് ബൈ ഗ്യാതറിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ഹണ്ടിങ് അനിമൽസ് ടു ഈറ്റ് ദെയർ മീറ്റ്. പഴങ്ങളും പച്ചക്കറികളും വന്യമൃഗങ്ങളെ വേട്ടയാടി അവരുടെ മാംസങ്ങൾ ഭക്ഷിച്ചുമായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ദേ യൂസ്ഡ് റഫ് സ്റ്റോൺസ് ഫ്രം ദെയർ സറൗണ്ടിങ്സ് ആസ് വെപ്പൺസ്. പരുക്കനായ കല്ലുകൾ ഉപയോഗിച്ചാണ് അവർ ആയുധങ്ങൾ നിർമ്മിച്ചത്. സിൻസ് സ്റ്റോൺസ് വെർ യൂസ്ഡ് ആസ് വെപ്പൺസ്, ദിസ് പീരീഡ് ഈസ് കോൾഡ് ദ സ്റ്റോൺ ഏജ്. കല്ലുകളെ ആയുധമാക്കി ജീവിച്ചിരുന്ന ഈ കാലഘട്ടത്തെ സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗം എന്നാണ് വിളിച്ചിരുന്നത്. ഈ സ്റ്റോൺ ഏജിനെ 3 കാലങ്ങളായി തരംതിരിക്കാം: പാലിയോലിത്തിക് ഏജ്, മീസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഇത് ശിലായുഗത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ്. സ്റ്റോൺ ഏജിൻ്റെ ഫസ്റ്റ് ഫേസ് ആണ് പാലിയോലിത്തിക് ഏജ്. ഈ കാലഘട്ടത്തിൽ റഫായിട്ടുള്ള കല്ലുകളാണ് ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. റഫ് സ്റ്റോൺസ് ആണ് ടൂൾസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഗ്യാതറിംഗ് ആൻഡ് ഹണ്ടിങ് ആസ് എ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. ശേഖരിക്കുന്നതും വേട്ടയാടുന്നതുമായിരുന്നു അവരുടെ ഉപജീവന മാർഗം. മീസോലിത്തിക് ഏജിൽ സ്മോളർ ഫൈൻ സ്റ്റോൺസ് ആണ് ടൂൾസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. ചെറിയ നേർത്ത കല്ലുകളാണ് ടൂൾസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. യൂസ്ഡ് എഡിബിൾ ഗ്രാസസ് ആൻഡ് ഫിഷ് ആസ് ഫുഡ്. കഴിക്കാൻ പറ്റുന്ന പുല്ലുകളും മത്സ്യങ്ങളുമായിരുന്നു അവരുടെ ഭക്ഷണം. Animal skin, bark of trees and leaves used for clothing. മൃഗങ്ങളുടെ തോല്, മരത്തിൻ്റെ പുറന്തൊലി, ഇലകളുമായിരുന്നു അവർ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. നിയോലിത്തിക് ഏജ് യൂസ്ഡ് മോർ ഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ. കുറച്ചും കൂടി മിനുക്കിയ കല്ലുകളാണ് ഇവിടെ ടൂൾസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ്. കൃഷി എല്ലാതും ഈ കാലഘട്ടത്തിലാണ് ആരംഭിച്ചത്. ഇൻവെൻറ്റഡ് വീൽ ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി. ചക്രങ്ങൾ കണ്ടുപിടിച്ചതും മൺപാത്രങ്ങളെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയതും ഈ കാലഘട്ടത്തിലാണ്. ബിംബെഡ്ക ഇൻ മധ്യപ്രദേശ് is an important rock shelter in India which was inhabited by Stone Age humans. ഇന്ത്യയിലുണ്ടായിരുന്ന ശിലായുഗത്തിലെ മനുഷ്യന്മാർ ജീവിച്ചിരുന്ന ഒരു ഗുഹയാണ് മധ്യപ്രദേശിലെ ബിംബെഡ്ക. Paintings inside this cave tell us about the varied ways of life of ancient humans. ആദിമ മനുഷ്യരുടെ വ്യത്യസ്തപ്പെട്ട ജീവിതം ഈ ഗുഹയിലുള്ള ചിത്രങ്ങൾ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ദീസ് കേവ് പെയിൻറ്റിങ്സ് ആർ ഓൾസോ എ പ്രൂഫ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ. അവർ ആശയവിനിമയം ചെയ്തതിൻ്റെ ഒരു തെളിവായിട്ടും ഈ ഗുഹയിലെ പെയിൻറ്റിങ്സ് നമുക്ക് കാണാം. പ്രൈമേറ്റ്സിൽ നിന്ന് എങ്ങനെ മനുഷ്യൻ പരിണമിച്ചു വന്നു എന്നും ഓരോ കാലഘട്ടത്തിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളെക്കുറിച്ചും ഈ ആയുധങ്ങൾ വഴി കൃഷിയിലേക്ക് എത്തിയതും എല്ലാതും നമ്മൾ ഈ ഒരു ഭാഗത്ത് കണ്ടു.